മാംഗോസിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ്. മാംഗോസിൻ്റെ ഒരു 6 അടി 7 അടി വലിപ്പമുള്ള ഗ്രാഫ്റ്റ് തൈകൾ എല്ലാ പ്ലാന്റും നമുക്ക് കായോടുകൂടി വരുന്ന ബാച്ചാണ്. എല്ലാ പ്ലാന്റ്സിലും 2-3 കായകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ സൈസ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6000 രൂപ റീറ്റെയിൽ റേറ്റ് വരും. 6000 രൂപ. ഇതിൻ്റെ ചെറുതൈകൾ ഗ്രാഫ്റ്റിലെ ചെറുതൈകൾ നമുക്ക് ഏകദേശം ഒരു 450 തൊട്ട് അവൈലബിൾ ആണ്. ഈ കാണുന്നത് വാഴ നമ്മുടെ നോർമൽ വാഴയല്ല, നമ്മുടെ ബ്ലൂ ജാവ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഓർണമെൻ്റൽ വാഴയുടെ തൈകളാണ്. നീല കളറാണ് ഇതിൻ്റെ പഴങ്ങൾക്ക്. റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 200 രൂപയിൽ താഴെ മാത്രമാണ് ബ്ലൂ ജാവയുടെ റേറ്റ്. ഈ കാണുന്നതെല്ലാം ശ്രീലങ്കൻ തെങ്ങിൻ്റെ തൈകളാണ്. ഏകദേശം 500 രൂപ റേറ്റ് വരുന്ന തൈകളാണ് ഈ കാണുന്നത്. ഒരു 10-200 പീസ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ന്യൂ വെരിഗേഷൻ ബാമ്പുവിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഏകദേശം 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 500-600 രൂപയാണ് റേറ്റ് വരിക. ചെറുതൈകൾ നമുക്ക് 175 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഈ കാണുന്നത് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഓർണമെൻ്റൽ റേറ്റാണ് നമ്മുടെ ഗോൾഡൻ ബാമ്പുവിൻ്റെ തൈകളാണ്. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ കാണുന്ന തൈകളെല്ലാം നമുക്ക് 600 രൂപയും ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ നമുക്കൊരു 800 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഡയാനാത്തീയുടെ തൈകളാണ്. നിറയെ കാ പിടിക്കുന്ന എന്നാൽ പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറുള്ള നോർമൽ നമ്മുടെ ഈ ഇസ്രായേത്തിയുടെ ഡബിൾ സൈസ് വരുന്നൊരു വെറൈറ്റിയാണ് ഡയാനാത്തി. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് നമുക്ക് വെറും 600-700 രൂപ മാത്രമാണ് തൈകളുടെ റേറ്റെയിൽ റേറ്റ്. ഇതിൻ്റെ ചെറു പ്ലാന്റ്സ് 250 രൂപയിലും അവൈലബിൾ ആണ്. നമസ്കാരം, ഞാനിപ്പോഴത് നമ്മളെ മുരളി നഴ്സറിയിലാണ്, തൃശ്ശൂർ. മുരളി നഴ്സറിനെ പറ്റി അറിയാത്തവർക്ക് ഒരു പ്രാവശ്യം പറയാം. ഏതൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ്. അത് മണ്ണുത്തിയിൽ നമ്മൾ ചെടിയെടുക്കുന്ന പഴയ കാലഘട്ടത്തിലുള്ള ഒരു നഴ്സറി. എനിക്ക് തോന്നുന്നു ഒരു 10-45 കൊല്ലമൊക്കെ പഴക്കമുള്ള ഒരു നഴ്സറിയാണത്. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഇവിടുന്ന് കണ്ടമാനം ആന്ധ്ര, തമിഴ്നാട് അങ്ങനെയൊക്കെ കയറി പോകുന്നൊരു സ്ഥലമാണിട്ടത്. റീറ്റെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം. എൻ്റെ പേര് കണ്ണൻ. ഞാൻ മുരളി നഴ്സറി എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഫാം നടത്തി പോരുന്നു. നമ്മളിപ്പോൾ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്കടുത്ത് മുടിക്കോട് എന്നൊക്കെ പറയും. മുടിക്കോട് എന്നൊക്കെ ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ട് കറക്റ്റ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം താളിക്കോട് ഇരട്ടക്കുളം എന്ന് പറയും. അവിടെ നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് ഫ്രൂട്ട്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫ്രൂട്ട്സും കുറച്ചൊക്കെ ലാൻഡ്സ്കേപ്പിങ്, കുറച്ച് നമുക്ക് ഓർണമെൻ്റൽ, കുറച്ച് ഫോളിയേജ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ്. നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന, നമ്മൾ തൈകൾ വലുതാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയിലായിട്ടാണ്. നമ്മൾ ഈ കാണുന്ന സെക്ഷനിൽ നമ്മുടെ നഴ്സറി നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു ഏരിയ ഇതാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബാക്കിൽ നിന്നാണ്, നഴ്സറിയുടെ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ നഴ്സറി ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഡെക്കോമ ഫ്ലവർ ഐറ്റംസിനോട് കൂടുതലിരിക്കുന്നത്. ഡെക്കോമ എന്നൊക്കെ പറയപ്പെടുന്നത് നമ്മുടെ മഴയത്തും വെയിലത്തും ഏത് കാലാവസ്ഥയിൽ കേട് വരാത്തൊരു വെറൈറ്റിയാണ്. ഏകദേശം 40 രൂപ മാത്രമാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. നമ്മുടെ ബാക്കിലാണ് നമ്മുടെ ഹെലിക്കോണിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. 40 രൂപ മാത്രം വില വരുന്ന ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ്. ബാക്കി കാണുന്നത് നമുക്ക് നമ്മുടെ കൊക്കോ പ്ലമ്മാണ്. ഈ കാണുന്നതിൻ്റെ കായാണ്. നമുക്ക് ഓർണമെൻ്റലായിട്ടും ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഒരു പിങ്ക് കളർ കയറി വരും. 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഹോംഗ്രോണിൻ്റെ റംബൂട്ടാനുകളാണ്. ഒരു 7-8 വെറൈറ്റി നമുക്ക് ഹോംഗ്രോണിൻ്റെ അവൈലബിൾ ആണ്. പിഞ്ചായി, മൽവാന, N18, റോങ് റെയിൻ, പല വെറൈറ്റികൾ അവൈലബിൾ ആണ്. നമുക്ക് ലൂബി തൈകൾ അവൈലബിൾ ആണ്. നമ്മുടെ മുള്ളിലോവി, മധുരമുള്ള മുള്ളിലോവി, പുളിലോവി, ആ വെറൈറ്റികൾ അവൈലബിൾ ആണ്. നമ്മുടെ ഭഗവ മാതളത്തിൻ്റെ തൈകളാണ് ഇതെല്ലാം. ഒരുവിധം 90% തൈകളിൽ നമുക്ക് ഫ്ലവറിൽ നിന്ന് വിട്ട് കാ പിടിച്ചു തുടങ്ങിയ സ്റ്റേജാണിത്. ഫ്ലവറിൽ നിന്നെല്ലാം വിട്ട് കായേ മാറി. അപ്പോൾ നമ്മളിവിടെ തന്നെ ചെറുതൈകളെടുത്ത് വലുതാക്കി കാ പിടിപ്പിച്ച് സെയിൽ ചെയ്യുന്നതാണ്. നമുക്കിതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 500 രൂപ മാത്രമാണ്. പലർക്കും സംശയമാണിത് ഇവിടെ കാ പിടിക്കുക എന്നുള്ളത്. നമുക്ക് റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 500 രൂപ മാത്രം. നമ്മൾ നേരത്തെ കണ്ട ആത്തച്ചക്ക അല്ലെങ്കിൽ രാമപ്പഴത്തിൻ്റെയൊക്കെ വലുപ്പമുള്ള തൈകളാണ്. 150 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്ലവർ ചെയ്ത തൈകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന റംബൂട്ടാൻ്റെ സെക്ഷൻ വരുന്നത് 175 രൂപ വരുന്ന ഏകദേശം ഒരു 2-2.5 അടി വലുപ്പം വരുന്ന റംബൂട്ടാൻ്റെ തൈകളാണ് ഈ കാണുന്നതെല്ലാം. 175 രൂപ. പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ യുജീനിയയുടെ വെറൈറ്റിപ്പെട്ട ക്രിസ്റ്റീനിയ എന്ന് പറയും. ഇതൊരു അലങ്കാര ചെടിയാണ്. നമ്മുടെ യുജീനിയ റെഡ് ഷെയ്ഡ്, പുതിയ തളികൾ റെഡ് ഷെയ്ഡ് വരുമ്പോൾ ഇതിൻ്റെ പുതിയ തളികൾ നമുക്ക് പിങ്ക് ഷെയ്ഡാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 250 രൂപ മാത്രമാണ് ഈ സൈസ് തൈക്ക് റേറ്റ് വരുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹോങ്റോണിൻ്റെ തന്നെ വെറൈറ്റിപ്പെട്ട റോങ് റെയിൻ റംബൂട്ടാനാണ്. നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ഓർണമെൻ്റൽ ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സ്പൈറൽ, മാൽപീജിയുടെ സ്പൈറൽ, അതുപോലെ തന്നെ നമുക്ക് ഫൈക്കസിൻ്റെ കുറച്ച് വെറൈറ്റികളൊക്കെ അവൈലബിൾ ആണ്. ട്രിപ്പിൾ ഹെഡ്, അതുപോലെ മൾട്ടി ഹെഡ്, ന്യൂഡ ഫൈക്കസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് നമ്മുടെ യുജീനിയ സെക്ഷനാണ്. ഇതൊക്കെ നമുക്കൊരു 250 രൂപ മാത്രം വില വരുന്ന ഒരു 3 അടിക്ക് വലുപ്പമുള്ള യുജീനിയാണ്. ഈ കാണുന്നത് നമുക്ക് 100 രൂപ മാത്രം വില വരുന്ന യുജീനിയയുടെ പുതിയ നാരോ ലീഫിൻ്റെ വെറൈറ്റിയാണ്. നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 50 രൂപ മാത്രം വില വരുന്ന തൈകളാണ് ഈ കാണുന്നതെല്ലാം.
പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കവുങ്ങുകളാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇൻട്രമംഗള എന്ന് പറയപ്പെടുന്ന തോട്ടത്തിനായിട്ട് ഉപയോഗിക്കുന്ന കവുങ്ങിൻ്റെ വെറൈറ്റികളാണ്. കവുങ്ങ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ തൈകൾ മാത്രം സെയിലിനായിട്ടുള്ളത്. നമുക്ക് 2 അടി വരെയുള്ള തൈകളൊക്കെ നമുക്ക് സെയിം റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യാറ്. ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് വെറും 30 രൂപ മാത്രമാണ്. ആ കാണുന്നത് നമുക്ക് സഫ്ലോറ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഓർണമെൻ്റൽ ഐറ്റത്തിൻ്റെ തൈകളാണ്. ഒരു 60 രൂപ മാത്രമാണ് റേറ്റ്. പിന്നെ നമുക്കതുപോലെ ചെത്തി ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ചെത്തി, ലോറ, പെറ്റാലം. ചെത്തിയൊക്കെ നമുക്കൊരു 35-40 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ യുജീനിയയുടെ വലുപ്പമുള്ള തൈകളാണ്. റേറ്റ് വരുന്നത് ഏകദേശം ഒരു 500 രൂപയാണ്. നല്ല ബുഷാക്കി നമുക്ക് ഷേപ്പ് ചെയ്ത് വെട്ടി നിർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് യുജീനിയ. ഓർണമെൻ്റൽ യുജീനിയ മസ്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപ. ഈ കാണുന്നതൊക്കെ നമ്മുടെ KG10 റംബൂട്ടാനാണ്. ഒരു 350 രൂപ മാത്രം റേറ്റ് വരുന്ന KG10 റംബൂട്ടാൻ്റെ തൈകളാണിത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീസർ റംബൂട്ടാൻ വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 800 രൂപ മാത്രമാണ് ഒരു 7 അടി വലുപ്പമുള്ള റംബൂട്ടാൻ സീസർ തൈകളുടെ റേറ്റ് വരുന്നത്. ഈ കാണുന്നതെല്ലാം നമുക്ക് നമ്മുടെ ചെന്തെങ്ങിൻ്റെ തൈകളാണ്. ചെന്തെങ്ങ് COD ഗോളികത്ര എന്നൊക്കെ പറയപ്പെടുന്ന ചെന്തെങ്ങിൻ്റെ തൈകളാണ്. 225 രൂപയാണ് ഇപ്പോഴത്തെ തെങ്ങിൻ്റെ റേറ്റ്. തെങ്ങ് ഇപ്പോൾ റേറ്റ് കൂടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് വരുന്നത്. 225 രൂപ. നമ്മൾ ഈ കാണുന്നതെല്ലാം നന്ദ്യാർവട്ടത്തിൻ്റെ തൈകളാണ്. ഏകദേശം 30 രൂപ മാത്രമാണ് ഈ പച്ച നന്ദ്യാർവട്ടത്തിൻ്റെ റേറ്റ്. ഗോൾഡ് വരുമ്പോൾ നമുക്ക് 50 രൂപ. പിന്നെ ഈ കാണുന്ന ചെറിയ തൈകളെല്ലാം നമുക്ക് നമ്മുടെ ഗംഗാബോണ്ടത്തിൻ്റെ തൈകളാണ്. പെട്ടെന്ന് കായ്ക്കുന്ന 3 കൊല്ലം കൊണ്ട് 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊരു തെങ്ങിൻ്റെ വെറൈറ്റിയാണ് ഗംഗാബോണ്ടം. നമുക്ക് മെയിനായിട്ട് ഇളനീരിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 300 രൂപ മാത്രമാണ്. ഈ കാണുന്നത് നമ്മുടെ ബോഗൻവില്ലയുടെ ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച് വെറൈറ്റിപ്പെട്ട തൈകളാണ്. കവറിലാണ് തൈകളിരിക്കുന്നത്. വെറും 100 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ കണ്ട തെങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗംഗാബോണ്ടത്തിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് നമ്മുടെ കൊങ്ങിണിപ്പൂവ്, ലെൻഡാൻ എന്നൊക്കെ പറയപ്പെടുന്ന കൊങ്ങിണിപ്പൂവിൻ്റെ തൈകളാണ്. നമുക്കതിൽ യെല്ലോ, വൈറ്റ്, വയലറ്റ് ഈ 3 കളർ അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 20 രൂപ മാത്രമാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ സീസർ റംബൂട്ടാൻ്റെ ഒരു 5 അടി വലുപ്പമുള്ള തൈകളാണ്. വെറും 350 രൂപയാണ് റേറ്റ് വരുന്നത്. 300 രൂപയാണ് റേറ്റ് വരുന്നത്. 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഏകദേശം 5 അടി വലുപ്പമുള്ള തൈകൾ. ഈ കാണുന്നത് നമ്മുടെ മലേഷ്യൻ ഗ്രീൻ തെങ്ങ് തൈകളാണ്. മലേഷ്യൻ്റെ ഏകദേശം 300 രൂപ റേറ്റ് വരുന്ന 3-3.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മലേഷ്യൻ ഗോൾഡിൻ്റെ തൈകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 800 രൂപയുടെ ഗോൾഡൻ ബാമ്പു ഇതാണ്. ഒരു 7 അടി ഹൈറ്റ് വരുന്ന 800 രൂപ വരുന്ന ഗോൾഡൻ ബാമ്പു. ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡിൻ്റെ തൈകളാണ്. ഈ കാണുന്നൊരു 10-15 പ്ലാന്റ്സ് നമുക്ക് ജബോട്ടിക്കാബയുടെ ലെയർ തൈകളാണ്. ഈ കാണുന്നതിൻ്റെ ഫ്ലവറാണ്. ലെയറായാലും നമുക്ക് പെട്ടെന്ന് കാ പിടിച്ച് തുടങ്ങും. ഒരു 4-5 തൈകളിൽ നമുക്ക് ഫ്ലവർ പിടിച്ചിട്ടുണ്ട്. ഈ ലെയർ വരുമ്പോൾ നമുക്ക് വേര് ഫലം കുറവാണ്. ഇതിൻ്റെ റേറ്റ് വരും, ഈ സൈസൊക്കെ റേറ്റ് വരും ഒരു 5-5.5 അടി ഉള്ള തൈ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരും 2000 രൂപ മാത്രമാണ് ഈ സൈസ്. നേരെ മറിച്ച് ഇതാകുമ്പോൾ നമുക്ക് നല്ല ബുഷുള്ള നമ്മുടെ സീഡ് തൈകളാണ്. ഇത് നമുക്ക് ഏകദേശം ഫ്ലവറിങ് സ്റ്റാർട്ടായ ബാച്ചാണ്. ഇത് വരെ നമുക്ക് റൂട്ടിന് ബലം കൂടും, നമുക്ക് നട്ടലൊക്കെ വളർച്ച കൂടുതലുണ്ടാവും, ലെയറിനേക്കാളും വളർച്ച കൂടുതലുണ്ടാവും. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം 3500 രൂപയാണ്. ഇത് നമുക്ക് റീറ്റെയിൽ വരിക ഏകദേശം 2000 രൂപ. ഈ കാണുന്നതൊക്കെ നമുക്ക് ജബോട്ടിക്കാബയുടെ ഡ്രമ്മിലിരിക്കുന്ന വെറൈറ്റികളൊക്കെയാണ്. ഗ്രീൻ ക്രിസ്റ്റൽ, പിത്രാന്ത, ബ്രാങ്ക, ബ്ലാക്ക് പേൾ, അക്യുപോളിസ്റ്റ അങ്ങനത്തെ വെറൈറ്റികളുടെ ഡ്രമ്മിലും റെഡ് ലൈറ്റ് എന്നൊക്കെ പറയും. അതിൻ്റെ ചട്ടിയിലൊക്കെയുള്ള വെറൈറ്റികളാണ്, സൈസുകളാണ്. ഡ്രമ്മും വലിയ ഡ്രമ്മുകൾ വരും നമുക്ക് 9000-10000 റേറ്റ് വരിക. അതിൻ്റെ സൈസ് ചട്ടികൾ വരുന്നുണ്ട്. ചട്ടികൾ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6000 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്ന നമുക്ക് ജയത്തേടത്തിരിയുടെ ഒരു പാർട്ടി എടുത്തു വെച്ച് പോയിരുന്ന തൈകളാണ്. ജയത്തേടത്തിരിയുടെ ഒക്കെ ഒരു 600 രൂപ റേറ്റ് വരുന്ന നല്ല ബുഷ് ആയിട്ടുള്ള തൈകളാണ് ജയത്തേടത്തിരിയുടെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒക്കെ ഒരു ബാച്ചാണ്. ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒക്കെ ഒരു 8 അടി ഒക്കെ വലിപ്പമുള്ള സൈസ് തൈകളാണ്. ഇത് നമുക്ക് റീറ്റെയിൽ ഏകദേശം റേറ്റ് ഒരു 650 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമുക്ക് മാവുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റെഡ് ഐവറി എന്നൊക്കെ പറയും. റെഡ് ഐവറി മാവുകളാണ്. നമുക്കിവിടെ സാമ്പിൾ തൈകൾ കാണിക്കാം. നമുക്ക് നമ്മൾ വീട്ടിൽ എല്ലാത്തിനും സാമ്പിളുകൾ കുറച്ച് നട്ടിട്ടുണ്ടായി. ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം മാൾട്ടയുടെ വലിപ്പമുള്ള തൈകളാണ്. നമ്മളെല്ലാത്തിൻ്റെയും കായകൾ പിടിക്കുന്നതായിരിക്കാൻ വേണ്ടി സാമ്പിൾ ഓരോ പീസ് നട്ടാണ്. പക്ഷേ ഒരു 5-10 കായകൾ വെച്ചിട്ട് ഓരോ തൈകളുണ്ട്. എല്ലാം നമ്മുടെ വിയറ്റ്നാം മാൾട്ടയാണ്. ഈ കാണുന്നത് ബാരിവൺ മാൾട്ടയുണ്ട്, അതുപോലെ റെഡ് ലെമൺ. ഇതൊക്കെ നമ്മുടെ റെഡ് ലെമണിൻ്റെയാണ്. ഇതൊക്കെ നമുക്കിവിടെ വന്നിട്ട് കാച്ചിട്ടുള്ള ആണ് കേട്ടോ. ഒരു 1.5 കൊല്ലം മുമ്പൊക്കെ വന്നിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ നമ്മുടെ വെരിഗേറ്റ് മുസംബിയുടെ വലിപ്പമുള്ള തൈകളാണ്. ഇത് നമുക്കതുപോലെ ബ്ലാക്ക് ലോങ്ങിൻ്റെ തൈകളാണ്. ബ്ലാക്ക് ലോങ്ങിൻ്റെ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മാവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ
ഈ കാണുന്നത് നമ്മുടെ കാലാപ്പാടിയുടെ തൈകളാണ്. കാലാപ്പാടിയുടെ നല്ലൊരു കിട്ടാവുന്നില്ല ഇപ്പോൾ ഏറ്റവും ചെറു സൈസ്. അത് നമുക്ക് റേറ്റ് വരിക ഏകദേശം 175 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നതൊക്കെ നമ്മുടെ റെഡ് ഐവറിയുടെ തൈകളാണ്. റെഡ് ഐവറി നമ്മുടെ ഈ എന്താ പറയുക ഭയങ്കര നീളം കൂടിയുള്ള ആനക്കൊമ്പ് പോലത്തെ ഒരു ഷേപ്പൊക്കെയാണ് പറയുക. മാങ്ങയ്ക്ക് ഒരു 1 കിലോ പ്ലസ്സൊക്കെ തൂക്കം വരുന്ന റേറ്റാണ്. ഇതിനൊക്കെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം 350 രൂപയാണ് റെഡ് ഐവറി. ഈ കാണുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ജംബോ റെഡ് അല്ലെങ്കിൽ ആർട്ട് എന്നൊക്കെ പറയും. അതിൻ്റെ ഏകദേശം ഒരു 4 അടി ഒക്കെ സൈസ് വരും, 4 അടി 5 അടി സൈസ് വരുന്ന ഗ്രാഫ്റ്റ് തൈകളാണ്. ഇത് നമുക്ക് റേറ്റ് വരിക ഒരു 350 രൂപയാണ്. 1 കിലോ ഒക്കെ പ്ലസ് തൂക്കം വരുന്ന ടൈപ്പ് മാവിൻ്റെ വെറൈറ്റിയാണ്. ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാലാപ്പാടിയിലെ ഗ്രാഫ്റ്റ് തൈകൾ. ഇതിൽ നാംഡോക്കിൻ്റെ ഒരു 300 രൂപ റേറ്റ് വരുന്ന ഒരു 4 അടി 5 അടിക്കുള്ള ഗ്രാഫ്റ്റ് തൈകളാണ്. നമ്മൾ നേരത്തെ ബഡ് തൈകൾ 200 രൂപ, ഇത് വരുമ്പോൾ നമുക്ക് 300 രൂപ, ഒരു 4 അടി 5 അടി വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ചന്ദ്രകാരൻ്റെ ഏറ്റവും ചെറു സൈസുള്ള തൈകളാണ്. ഇതെല്ലാം കാലാപ്പാടിയിലാണ്. ഈ കാണുന്ന ബാച്ചെല്ലാം കാലാപ്പാടിയിലാണ്. 175 രൂപയുടെ കാലാപ്പാടി, ഇത് 175 രൂപയുടെ കാലാപ്പാടി. ഈ കാണുന്ന ചന്ദ്രകാരൻ്റെ 175 രൂപ വരുന്ന ചന്ദ്രകാരൻ്റെ തൈകൾ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ അവിടെ കണ്ട മിയാസാക്കിയുടെ ചെറുതൈകൾ പറഞ്ഞിരുന്നില്ലേ, ഒരു 350 രൂപ റേറ്റ് വരുന്ന മിയാസാക്കിയുടെ ഒരു 5 അടിക്ക് വലുപ്പമുള്ള തൈകൾ. ഇതൊക്കെ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഒരു 70 രൂപ റേറ്റ് വരുന്ന ചെറുതൈകളും ഒരു 100-120 രൂപ റേറ്റ് വരുന്ന അതിൻ്റെ സ്വല്പം വലുപ്പമുള്ള തൈകളും. ഇതൊക്കെ നമ്മുടെ ഹിമാപസന്ത് മാവിൻ്റെ വെറൈറ്റിയാണ്. നമ്മുടെ മല്ലിക്ക് പകരം ഇട്ട് വെക്കാൻ പറ്റുന്ന വെറൈറ്റി ഹിമാപസന്ത്. നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഓർണമെൻ്റൽ ഐറ്റംസാണ്. നമ്മുടെ ഫിംഗർ പാമിൻ്റെ വെറൈറ്റിയാണ്. ഫിംഗർ പാമിൻ്റെ നമുക്ക് വെരിഗേറ്റഡ് വരുന്നുണ്ട്, ഒരു നേരോ ലീഫ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ ഫിംഗറിൻ്റെ ഒരു റേറ്റ് കൂടി ടൈപ്പ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ്. നമുക്ക് ഏകദേശം ഒരു 1000-1200 റേഞ്ച് വരുന്ന വെറൈറ്റിയാണ് വെരിഗേറ്റഡ്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർട്ടൻ ക്രീപ്പർ എന്നൊക്കെ പറയും. നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കർട്ടൻ പോലെ താഴത്തോട്ട് വീഴ്ത്തിനാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റാണ് കർട്ടൻ ക്രീപ്പർ. ലീഫി ആയിട്ടാണ്. പിന്നെ പെർഫ്യൂം പേരയുടെ ഏറ്റവും ചെറു സൈസാണ്. നമുക്ക് 200 രൂപ മാത്രം റേറ്റ് വരുന്ന പെർഫ്യൂം പേരയുടെ തൈകൾ. ഈ കാണുന്നുള്ളത് നമുക്ക് ഫേൺ ഐറ്റംസാണ്. ഗോൾഡൻ ഫേൺ, അതുപോലെ തന്നെ ഗ്രീൻ ഫേൺ, ഈ ട്രീ ഫേൺ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 125 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്ന നമ്മുടെ മൂട്ടിപ്പഴത്തിൻ്റെ വെറൈറ്റിയാണ്. ജെനറ്റിക് എന്നൊക്കെ പറയും. ജെനറ്റിക് ഫ്രൂട്ട് സ്വീറ്റ് മൂട്ടിയുടെ വെറൈറ്റി പെട്ടതാണ്. ഏകദേശം ഒരു 550 രൂപ. പിന്നെ അതുപോലെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നീലക്കൊടുവേലി എന്നൊക്കെ പറയും. നീലക്കൊടുവേലി, അതുപോലെ പ്ലംബാക എന്നൊക്കെ പറയുന്ന ഫ്ലവറിൻ്റെ ഐറ്റംസാണ്. ഏകദേശം ഒരു 50 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്നതൊക്കെ ലിക്കാഡിയ, ഏകദേശം ഒരു 50 രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. നമ്മുടെ മറ്റീഷ്യ അല്ലെങ്കിൽ ചുപ്പ എന്നൊക്കെ പറയപ്പെടുന്നൊരു എക്സോട്ടിക് ഐറ്റത്തിൻ്റെ തൈകളാണ്. ഈ കാണുന്ന നമ്മുടെ മാംഗോസിൻ്റെ ഫാമിലിപ്പെട്ട അച്ചാച്ചെറു. ഇതൊക്കെ ജാതിയുടെ വെറൈറ്റികളാണ്. ജാതിയിൽ നമുക്ക് നാടൻ ജാതി വരുന്നുണ്ട്, ഒരു 6 വെറൈറ്റി വേറെ ജാതികളും വരുന്നുണ്ട്. ഏകദേശം 250 രൂപയ്ക്കാണ് റേറ്റ് വരിക ജാതിയുടെ. ഈ കാണുന്നത് നമുക്ക് മലവേപ്പിൻ്റെ തൈകളാണ്. നമുക്ക് നമ്മുടെ തടിക്ക് പ്ലൈവുഡിന് ഉപയോഗിക്കുന്ന മലവേപ്പിൻ്റെ തൈകൾ. ഏകദേശം 20 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മുടെ ഡയാന അത്തിയുടെ തൈകളാണ്. ഡയാന അത്തി എന്ന് പറയുമ്പോൾ നമുക്ക് യെല്ലോ ഫ്രൂട്ടാണ് വരിക. ഈ പഴക്കെ പഴുക്കുമ്പോൾ നല്ല യെല്ലോ ഷെയ്ഡ് കയറി വരും. ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ തന്നെ പഴുത്ത് കിട്ടും. ഈ കാണുന്നത് നമ്മുടെ സീതപ്പഴം ഗ്രീനിൻ്റെ തൈകളാണ്. ഇതൊക്കെ നമുക്ക് കിവിയുടെ തൈകളാണ്. കിവി ഒരു 200 രൂപ മാത്രം വരുന്ന കിവിയുടെ ലെയർ തൈകളാണിത്. ഈ കാണുന്നത് നമ്മുടെ പുലാസാൻ, അതിൻ്റെ ബഡ് തൈകളാണ്. ഏറ്റവും ചെറു സൈസ് ഒരു 350 റേഞ്ച് വരുന്നത്. ഇത് നമുക്ക് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയും. 400 രൂപ റേറ്റ് വരുന്ന സപ്പോട്ടയുടെ പറയപ്പെട്ട ബ്ലാക്ക് സപ്പോട്ട. ഈ കാണുന്നത് നമുക്ക് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സെല്ലം, ഫിലോഡൻഡ്രം സെല്ലം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ആ കാണുന്ന ചെറിയ കവറുകൾ നമുക്ക് മട്ടോവേരയാണ്. നമ്മുടെ റംബുട്ടാനെ പോലത്തെ ഫ്രൂട്ട് മട്ടോവേര ഏറ്റവും ചെറു സൈസ് തൈകളാണ്. വെറും 100 രൂപ മാത്രമാണ് അതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഈ കാണുന്നത് നമുക്ക് മക്കോട്ട ദേവ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഷുഗറിനും ഒക്കെ വേണ്ടി വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മക്കോട്ട ദേവരെ ഏറ്റവും ചെറു തൈകളാണ്. 60 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 60 രൂപയിലുണ്ട്, 80 രൂപയിലുണ്ട്. ഈ കാണുന്നതല്ല നമ്മുടെ ഫിലോഡൻഡ്രത്തിൻ്റെ ഓറഞ്ച് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് ഏകദേശം 250 രൂപ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഫിലോഡൻഡ്രം സെല്ലം. ഈ കാണുന്നതൊക്കെ ഫിലോഡൻഡ്രത്തിൻ്റെ മൂൺ ഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഏകദേശം 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിലോഡൻഡ്രത്തിൻ്റെ സനഡു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സെല്ലത്തിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് സനഡു. ഇത് നമുക്ക് ഹൈറ്റ് വരിക ഏകദേശം ഒരു 100-120 റേഞ്ചിലാണ് ഹൈറ്റ് വരിക. ഇതൊക്കെ പുലാസാൻ്റെ ഒരു മീഡിയം സൈസുള്ള തൈകളാണ്.
ഒരു 4 അടി 5 അടി സൈസ് വരുന്ന പുലാസാൻ്റെ തൈകൾ. ഇതൊക്കെ ഏകദേശം ഒരു 500-550 രൂപയാണ് നമുക്ക് റേറ്റ് വരിക. ഈ കാണുന്നത് നമുക്ക് മുരിങ്ങയുടെ ഒരു വലിയ സ്റ്റോക്കാണ്. മുരിങ്ങയുടെ 2000-3000 തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം റേറ്റ് ഒരു 120 രൂപയാണ്. ഈ കാണുന്നത് സീതപ്പഴം ഗോൾഡിൻ്റെ തൈകളാണ്. സീതപ്പഴം ഗോൾഡ് അതിൻ്റെ വലിപ്പമുള്ള തൈകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് റൊളീനിയ, നമ്മുടെ സീതപ്പഴത്തിൻ്റെ മറ്റൊരു ഫാമിലിയിൽപ്പെട്ട വെറൈറ്റിയാണ് റൊളീനിയ. ഒരു 75 രൂപയാണ് അതിൻ്റെ റേറ്റ്, 100 രൂപയാണ് റേറ്റ് വരിക. ഒലോസോപ്പോടെ സീഡ് തൈകളാണ്. ഏകദേശം 100 രൂപ റേറ്റ് വരും സീഡ് തൈകൾ. ആ കാണുന്നത് നമുക്ക് ബദാമിൻ്റെ തൈയാണ്. ഒറിജിനൽ നമ്മൾ കഴിക്കുന്ന ബദാമിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ. റേറ്റ് വരിക ഏകദേശം 225 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇത് നമ്മുടെ പിയറിൻ്റെ സബർജിൻ്റെ ഒരു വെറൈറ്റിപ്പെട്ട ജാപ്പനീസ് ബബോസയാണ്. അതിൻ്റെ പിങ്ക് വെറൈറ്റിയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാൻ ഒരു 80% നമുക്ക് കായ്ക്കുമെന്ന് പറയാം. ആപ്പിൾ പോലെ തന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് കായ്ച്ചിരിക്കും. റേറ്റ് വരിക ഏകദേശം 225 രൂപയാണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ പെൻഡാനാസ് എന്ന് പറഞ്ഞ ലീഫ് ഐറ്റത്തിൻ്റെ പറയപ്പെട്ട ഓർണമെൻ്റായിട്ട് മറ്റേ ബൗണ്ടറി ഒക്കെ വയ്ക്കുന്ന റേറ്റാണ് പെൻഡാനാസ്. ഏകദേശം 40 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഈ കാണുന്ന നമ്മുടെ എക്സോട്ടിക് ഐറ്റത്തിൽപ്പെട്ട നമ്മുടെ റെഡ് കിങ് പേരാണ് ഇപ്പോൾ നിലവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു പേരാണ് റെഡ് കിങ്. ഇതിന് ടാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ നാംഡോക്ക് മയിലെ പോലെ കവർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ഷെയ്ഡ് ഒരു വൈറ്റിലോട്ട് മാറി കിട്ടും. ഗ്രീനിൽ നിന്നൊരു വൈറ്റ് ഷെയ്ഡ് കയറി കിട്ടും ഔട്ടർ ഭാഗം. റെഡ് കിങ് പേര നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കളർ കാണാം. ഇതിൻ്റെ വലിപ്പമുള്ളൊരു 10-15 പീസ് തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം ഒരുവിധം നല്ലപോലെ കാപിടിച്ചിട്ടുള്ള തൈകളാണ്. ഇത് ഏകദേശം 3500 രൂപ റേറ്റ് വരുന്ന തൈകളാണ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്കൊരു 1.5 മാസം കൊണ്ടൊക്കെ സെയിലിന് റെഡി ആവുന്നതാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ അരിനെല്ലിക്കയുടെ തൈകളാണ്. നെല്ലിപ്പുളി എന്നൊക്കെ പറയും. അതിൻ്റെ 20 രൂപ മാത്രം റേറ്റ് വരുന്ന തൈകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഈ കാണുന്ന നമ്മുടെ കുടംപുളിയിലെ ഗ്രാഫ്റ്റ് തൈകളാണ്. ഒരു 175 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്നതെല്ലാം ട്രോപ്പിക്കൽ ആപ്പിളിൻ്റെ തൈകളാണ്. ഒരു 225 രൂപ മാത്രം റേറ്റ് വരുന്ന ട്രോപ്പിക്കൽ ആപ്പിൾ നമ്മുടെ HRM എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു 80% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന റേറ്റാണ്. ഇതിൽ നമുക്ക് ബീട്രൂട്ട് പേര വരുന്നുണ്ട്. ബീട്രൂട്ട് പേരൊക്കെ ഏറ്റവും ചെറിയ സൈസാണ്. 60 രൂപ വരെ വരുന്ന ഏറ്റവും ചെറിയ സൈസ്. പിന്നെ അതുപോലെ നമുക്ക് സർവ്വസുഗന്ധി അല്ലെങ്കിൽ ഓൾ സ്പൈസ്, ചിലർ ബിരിയാണിയിലാണെന്ന് അതിനെ പറയാറുണ്ട്. അതിൻ്റെ തൈകളാണ് 40 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഈ ചെറുത് കാണുന്നത് നമുക്ക് ചെഡാർ ബേച്ചറിയാണ്. ചെഡാർ ബേച്ചറിയുടെ ഏറ്റവും ചെറു സൈസിലുള്ള തൈകളാണ്. ഏകദേശം 100 രൂപ മാത്രമാണ് ചെഡാർ ബേച്ചറിയുടെ റേറ്റ് വരിക. പിന്നെ നമുക്ക് കാണുന്നത് ലോങ്ങിൻ്റെ ഒരു സെക്ഷനാണ്. നമുക്കിതിൽ ഡയമണ്ട് റിവർ ലോങ്ങൻ വരുന്നുണ്ട്, ഡബിൾ ലോങ്ങൻ വരുന്നുണ്ട്, പിങ്ക് പോങ് ലോങ്ങൻ വരുന്നുണ്ട്, പിന്നെ കുറച്ച് 4 സീസൺ ലോങ്ങൻ വരുന്നുണ്ട്. ഈ ലോങ്ങിലുള്ള നമുക്ക് സ്റ്റാർട്ടിങ് വരിക 400 രൂപ. ഡയമണ്ട് റിവർ ലോങ്ങനാണ് സ്റ്റാർട്ടിങ് വരിക 400 രൂപ. പിന്നെ അതിന് മുകളിൽ നമുക്ക് റൂബി ലോങ്ങനുണ്ട് 500 രൂപ, 550 രൂപ, 600, 650 വരെ നമുക്ക് ലോങ്ങൻ്റെ ചെറുതിൻ്റെ റേറ്റ് വരിക. ഈ കാണുന്ന ബാച്ച് നമുക്ക് മൊത്തം വരുന്നത് അറസാബോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് വെള്ളം കലക്കാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒരു കശുമാവിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സ്മെല്ലുകളൊക്കെ വരുന്നൊരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ലോങ്ങൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, ഹോങ്കരോൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ലോങ്ങൻ പുവാന്തോങ്. ഇതിപ്പോൾ ഹോങ്കരോൻ്റെ പുതിയൊരു വെറൈറ്റിയാണ്. ലോങ്ങനിൽ പുതിയത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരെ നമുക്ക് ഏകദേശം 750 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് ഞാവലിൻ്റെ തൈകളാണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അർക്കാക്കിരൻ പേരയുടെ, നമ്മൾ നേരത്തെ കണ്ട അർക്കാക്കിരൻ പേരയുടെ ചെറുതൈകളാണ്. നമുക്ക് ഏകദേശം 120 രൂപ റേറ്റ് വരുന്ന ലെയർ തൈകളാണ്. നല്ലപോലെ കായും ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെ ഉള്ള തൈകളാണ് ഇതെല്ലാം. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓറഞ്ചിൽ പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണ്. നമ്മുടെ ജഫ ഓറഞ്ച് എന്ന് പറഞ്ഞ് പുതിയൊരു ടൈപ്പ് വന്നിരിക്കുന്നതാണ്. പുതിയ വെറൈറ്റി കണ്ടപ്പോൾ എടുത്തെന്ന് മാത്രം. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം 250 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് പേരയുടെ ചെറുതൈകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വലുത് കണ്ടായിരുന്നു. അതിൻ്റെ ചെറുതൈകൾ ഏകദേശം 300 രൂപയാണ് അതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ ബബ്ലൂസിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ ഹണി പൊമേലാണ്. പലരും ഇത് മാറ്റി പറഞ്ഞ് വിൽക്കുന്നുണ്ട്. ഇതിൽ തളിരുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാനായിട്ട് ഇതിൻ്റെ തളിരുകൾ എപ്പോഴും നമുക്ക് ഈ മഞ്ഞ കളറിലാണ് വരിക. ഗോൾഡൻ ഹണി പൊമേലോ ഒരു ഗോൾഡ് കളറിൽ വന്നിട്ട് നമുക്ക് തളിരുകൾ മൂത്ത് വരുമ്പോൾ പച്ച ഷെയ്ഡിലോട്ട് മാറും. നമ്മൾ പലരും തർക്കിയുണ്ടായി. ഒരു പച്ച തളിരുള്ള പൊമലാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ ഗോൾഡൻ ഹണി പൊമലാണെന്നാണ് അവർക്ക് പറഞ്ഞ് കിട്ടിയത്. ഒറിജിനൽ ഗോൾഡൻ ഹണി പൊമലയുടെ തിരിച്ചറിയാനുള്ള പ്രത്യേകത ഇതാണ്. തളിരുകൾ ഗോൾഡൻ കളറായിരിക്കും. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പാകിസ്ഥാൻ മൾബറിയുടെ തൈകളാണ്. ഏകദേശം നമുക്കൊരു 4 അടിയൊക്കെ വലുപ്പമുള്ള
പാകിസ്ഥാൻ മലബറി തൈകളാണ്. നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 225 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മളിപ്പോൾ തന്നെ കണ്ട ഗോൾഡൻ ഹണി പൊമേലയുടെ റെഡ് വെറൈറ്റിയാണ്. പുറവും ഉള്ളും റെഡ് വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 200 രൂപ മാത്രമാണ്. പിന്നെ ഈ കാണുന്നില്ല നമ്മൾ പറഞ്ഞ കടപ്പലാവിൻ്റെ ബഡ് തൈകളാണ്. പിന്നെ നമ്മൾ ഇത് കാണുന്നത് നമ്മുടെ സാന്തോളിൻ്റെ ചെറുതൈകളാണ്. സ്വീറ്റ് സാന്തോൾ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പുളിവർഗത്തിൽപ്പെട്ട റേറ്റാണ്. ഒരു നേരിയ പുളിമധുരമുള്ളൊരു ഫ്രൂട്ടാണ്. സ്വീറ്റ് സാന്തോളിൻ്റെ റേറ്റ് വരിക നമുക്കൊരു 350-400 രൂപയാണ് ഈ സൈസ് റേറ്റ് വരിക. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വെരിഗേറ്റഡ് പേരയുടെ മീഡിയം സൈസ് തൈകൾ ഏകദേശം ഒരു 125 രൂപ റേറ്റ് വരുന്ന ഒരു 4 അടി വലുപ്പമുള്ള തൈകളാണ്. പിന്നെ ഒരു എക്സോട്ടിക്കിൽ പെട്ട നമുക്കൊരു കെസൂസ് ഇരിപ്പുണ്ട് ഇവിടെ. കെസൂസ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് പുറന്തോട് പോലെ ഉണ്ടാവില്ല, നമ്മുടെ ഈ ഒരു ചക്കരയൊക്കെ പോലെ തന്നെയാണ്. ഒരു ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റാണെന്ന് പറയപ്പെടുന്നത് കെസൂസ്. നമുക്ക് ഈ കാണുന്ന കനമുള്ള അല്ലുകളാണ് പൊട്ടിച്ച് കഴിക്കാനായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബനാന സപ്പോർട്ടർ ലൈനാണ് ഇത് മൊത്തം. നിലവിൽ ഫ്രൂട്ടുള്ള തൈകളൊക്കെ നമുക്കതിൽ കിട്ടാറുണ്ട്. ഏകദേശം 175 രൂപ മാത്രമാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഐറ്റം നമ്മുടെ ഡാർജിലിംഗ് ഓറഞ്ചാണ്. കാഴ്ചയിൽ നമുക്ക് നമ്മുടെ നാഗ്പൂർ ഓറഞ്ച് പോലെയൊക്കെ തോന്നുമെങ്കിൽ ഇത് ഡാർജിലിംഗ് ഓറഞ്ചാണ്. ഒരു മീഡിയം സൈസ് വരുന്ന നമ്മുടെ നാട്ടിൽ നല്ല മധുരത്തിൽ കഴിക്കുന്ന വെറൈറ്റിയാണ് ഡാർജിലിംഗ് ഓറഞ്ച്. നാഗ്പൂർ ഓറഞ്ച് വലുപ്പമുള്ള സൈസാണ്. ഇത് നമുക്കൊരു മീഡിയം മിനി ഓറഞ്ച് വേണമെങ്കിൽ പറയാം. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സ്വീറ്റ് ലൂബിയുടെ ഒക്കെ സാദൃശ്യമുള്ള നമ്മുടെ ഗവർണേഴ്സ് പ്ലമ്മാണ്. സ്വീറ്റ് ലൂബി പോലെ തന്നെ ലീഫ് തോന്നിക്കുന്ന വലുപ്പമുള്ള മുള്ളുകളുള്ള ഗവർണേഴ്സ് പ്ലമ്മിൻ്റെ തൈകളാണ്. ആ കാണുന്നത് നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട നോർമൽ പൂന വെറൈറ്റി മുസംബിയുടെ ചെറുതൈകളാണ്. അതിൻ്റെ 150 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെർപ്പിൾ ഫോറസ്റ്റ് പേര എന്ന് പറയും. നമ്മുടെ സ്ട്രോബെറി പേരയുടെ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട പക്ഷേ ഇലയ്ക്ക് ചെറിയ വ്യത്യാസമുള്ള ബഞ്ചായിട്ട് കാപ്പിടിക്കുന്ന വെറൈറ്റിയാണ് പെർപ്പിൾ ഫോറസ്റ്റ് പേര. 1-2 അല്ലാതെ തടിയുമ്പോൾ നമ്മുടെ ജപ്പോട്ടിക്കാവ് പോലെ കൊല കുത്തി കാക്കുന്ന വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയോ ഗ്രാൻഡ് ചെറിയുടെ തൈകളാണ്. റിയോ ഗ്രാൻഡ് ചെറിയുടെ ലെയർ തൈകളാണ്. നമുക്ക് ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്ന വെറൈറ്റിയാണ് റിയോ ഗ്രാൻഡ് ചെറി. നമ്മുടെ ബ്രസീലിയൻ വെറൈറ്റീസാണ് ഇതെല്ലാം. ഇത് നമ്മുടെ റിയോ ഗ്രാൻഡ് പോലെ തന്നെ കായ്ക്കുന്ന സവാന ചെറി എന്ന് പറയും. സവാന ചെറി അല്ലെങ്കിൽ യുജീനിയ കാലിസിന എന്നൊക്കെ പറയും. അതിൻ്റെ തൈകളാണ് ഇതെല്ലാം. ഇത് നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 300-350 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ചിൻ്റെ സലാഡ് ഓറഞ്ച് എന്നും പറയുന്നത്. സ്വീറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ചിൻ്റെ വെറൈറ്റിയാണ്. വലുപ്പം കുറവാണ് ഇതിന്. നമുക്ക് സലാഡിലൊക്കെ അരിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. തൊലി അടക്കം കഴിക്കാൻ പറ്റുന്നൊരു ഓറഞ്ചിൻ്റെ വെറൈറ്റിയാണ്. റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് 200 രൂപ മാത്രമാണ് റീറ്റെയിൽ വരിക.